എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ പേജ് നമ്പർ 92 കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിരുന്നു. അതിലുള്ള ബാക്കി ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ അടുത്ത ചോദ്യം, ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 195. ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ എന്താണ് ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് 195 195 വാട്ട് ആർ ദ നമ്പേഴ്സ്? അടുത്തടുത്തുള്ള രണ്ട് ഓഡ് നമ്പർ എടുക്കുന്നു, അവരെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുമ്പം 195 കിട്ടുന്നു എങ്കിൽ ആ നമ്പറുകൾ ഏതൊക്കെ? അടുത്തടുത്തുള്ള ഓഡ് നമ്പർ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഓഡ് നമ്പർ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഓഡ് നമ്പർ ഒന്ന് ആലോചിച്ച്, ഇപ്പം 1 ഫസ്റ്റ് ഓഡ് നമ്പറാണ്, അപ്പോൾ അടുത്ത ഓഡ് നമ്പർ ഏതാ? 3 അല്ലേ? അടുത്ത ഓഡ് നമ്പർ 5 അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയോ, 1 3 5. ഒരു ഓഡ് നമ്പർ പറയുമ്പോൾ അടുത്ത ഇപ്പം 13 ഒരു ഓഡ് നമ്പറാണ്, അപ്പോൾ അടുത്ത ഓഡ് നമ്പർ ഏതാ? 15 അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 17 ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ ഏതാ? 19 അല്ലേ? ഇപ്പോൾ എത്ര കുട്ടിയാണ് പറയുന്നത്? 2 കുട്ടിയല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ നമ്പർ, ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് വിളിച്ചാൽ സെക്കൻഡ് നമ്പർ, അടുത്ത നമ്പർ ആരാടാ? 2 നമ്പറുകളല്ലേ അടുത്തടുത്തുള്ളവരാകുമ്പം. ഒന്ന് ഇപ്പം ഒരു ഓഡ് നമ്പർ 13 ആണെങ്കിൽ അടുത്ത 15, ഒരെണ്ണം 17 ആണെങ്കിൽ അടുത്ത 19, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാ? 2 കൂട്ടിയല്ലേ ഓഡ് നമ്പർ പറയുന്നത്. അപ്പം അടുത്തടുത്തുള്ള എന്ന് പറയുമ്പോൾ ഒരാൾ എക്സ് ആണെങ്കിൽ അടുത്ത ആൾ x+2. നിങ്ങൾ ഇവരെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 195 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു x+2. അവരെ തമ്മിൽ ഇൻഡ്യൂ ചെയ്യുമ്പം എത്ര കിട്ടുന്നു? 195 കിട്ടുന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പറിനെ തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുന്നു എന്ന് വെച്ചാൽ ഇൻഡ്യൂ ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 195. അപ്പോൾ നമ്പർ കാണാൻ്റെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു 195. മക്കളെ ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയർ ടൈം ഉണ്ട്, 2x എക്സ് ഉള്ള ടൈം ഉണ്ട്, നമ്പർ ടൈം ഇല്ല. എങ്ങനെ നമ്പർ ടൈം ചെയ്യുന്ന സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനെ സ്ക്വയറിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഐഡിയ. എക്സ് സ്ക്വയർ പ്ലസ് 2x, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2 ആണ്, 2ൻ്റെ പകുതി 1 ആണ്, 1ൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും ആഡ് ചെയ്യുന്നു, 195 പ്ലസ് ഇപ്പുറത്ത് റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഇതിനെങ്ങനെയാണ് ചെറുതാക്കുന്നത്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമുല, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമുലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിനെ മാറ്റാം? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിലാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയറിന് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു, 1 സ്ക്വയറിൻ്റെ റൂട്ട് 1 ആണ്. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 195 പ്ലസ് 1 സ്ക്വയർ 1. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 195 പ്ലസ് 1 എത്രടാ? 196, 196. അപ്പോൾ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു സ്ക്വയർ ഇപ്പുറത്ത് വന്നാൽ റൂട്ട് ആവും, റൂട്ട് 196, റൂട്ട് 196. ഇവിടെ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 196 ഏതിൻ്റെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 15ൻ്റെ എത്ര? 225. തൊട്ട് പുറകിലുള്ള 14ൻ്റെയാണ്, 14ൻ്റെ സ്ക്വയറാണ് എത്ര? 14ൻ്റെ സ്ക്വയറാണ് 196 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 14 ആണെങ്കിൽ എക്സ് എത്രയാണ്? 14 പ്ലസ് 1 ഇപ്പുറത്ത് വന്നാൽ -1, 14 - 1 എക്സിൻ്റെ വാല്യൂ 13, 13. അപ്പോൾ ഒരു നമ്പർ ഫസ്റ്റ് ഓഡ് നമ്പർ ആരാണ്? ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്, അത് എത്ര എന്ന് കിട്ടി? 13 ആണ്. അടുത്ത സെക്കൻഡ് നമ്പർ, തൊട്ടടുത്തുള്ള അടുത്ത നമ്പർ ഏതാ? സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, 13 പ്ലസ് 2 ഉത്തരം 15. ഓക്കെ, അപ്പോൾ നമ്പറുകൾ ആരൊക്കെയാ? നമ്പേഴ്സ് ആർ 13 ആൻഡ് 15. 13ഉം 15ഉം ആണ് നമ്മുടെ നമ്പറുകൾ. 13നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 195 കിട്ടും. 2 ഓഡ് നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 195 കിട്ടുന്നു. അടുത്തടുത്തുള്ള 2 പേര്, ആ അടുത്തടുത്തുള്ള ആരൊക്കെയായിരുന്നു? 13ഉം 15ഉം. 13നെയും 15നെയും കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 195. ഓക്കെ, ആ പേജ് നമ്പർ 92 അവസാനത്തെ ചോദ്യമാണ്. ഹൗ മെനി ടൈംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 7 9 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140 ആസ് ദ സം? എടാ, ഈ 5 7 9 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, 5 7 9 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആ സീക്വൻസിലെ എത്ര ടേമുകൾ കൂട്ടിയാലാണ് 140 കിട്ടുന്നത്? നമുക്ക് 5 7 9 അടുത്ത ടൈം 11 അങ്ങനെ എഴുതി നോക്കി
എത്ര പേരെ കൂട്ടുമ്പോഴാണ് 140 കിട്ടുന്നത് നോക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. എത്ര ടൈമിനെ കൂട്ടിയാൽ 140 കിട്ടും? നമുക്കൊരു ഊഹം പറയാനേ പറ്റത്തുള്ളൂ. ഊഹത്തിന് പറയാൻ വേണേൽ 10 ടൈമാണ് അല്ലെങ്കിൽ 20 ടൈമാണ് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നമുക്കറിയത്തില്ല എത്ര ടൈം കൂട്ടുമ്പോഴാണ് 140 കിട്ടുന്നത്. എത്ര ടൈമാണെന്ന് അറിയത്തില്ലെങ്കിൽ 10 ടൈമിൻ്റെ സമ്മാണ് 140 എങ്കിൽ S10 എന്ന് എഴുതായിരുന്നു, 20 ടൈമിൻ്റെ ആണെങ്കിൽ S20 എന്ന് എഴുതായിരുന്നു, 30 ആണെങ്കിൽ S30 എന്ന് എഴുതായിരുന്നു. അറിയാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ് n ടൈംസിൻ്റെ എത്രയോ ടൈമുകളുടെ സമ്മാണ് 140. എത്രയോ ടൈമുകൾ കൂട്ടുമ്പോൾ 140 കിട്ടുന്നു, ടൈമുകൾ കൂട്ടുമ്പോൾ 140 കിട്ടുന്നു എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, എത്ര ടൈമുകൾ കൂട്ടിയാലാണ് 140 കിട്ടുന്നത് അറിയാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുള്ള ഒരു സമ്മിൻ്റെ പ്രോബ്ലം, എത്രയോ ടൈമിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടുമ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു പ്രോബ്ലം ചെയ്ത കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പം അതുപോലെയാണ് എത്ര ടൈമിൻ്റെ സമ്മാണ് 140 നമ്മൾ വിചാരിക്കുകയാണ്, എത്രയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ് എത്രയാണെന്ന് അറിയത്തില്ല, ടൈമുകളുടെ സമ്മ് 140. ടൈമുകളുടെ സമ്മ് 140 വരുന്നു എന്ന് പറഞ്ഞാണ് പ്രോബ്ലം ചെയ്യുന്നത്. SN കണ്ടുപിടിക്കുക. SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ച് SN കണ്ടുപിടിച്ച് അത് ഈക്വൽ 140 എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ ഏരിയ 15 എന്ന് പറയുക. നമ്മൾ ഇപ്പം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 15 എന്ന് പറഞ്ഞാൽ, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ L/B അല്ലേ, അത് ഈക്വൽ 15 നമ്മൾ കൊടുക്കത്തില്ലേ? അതുപോലെ സമ്മ് 140, SN 140 എന്ന് പറഞ്ഞാൽ SNൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമുക്ക് ഈക്വൽ 140 എന്ന് എഴുതി പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ കിട്ടും അവിടുന്ന്, ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അതേപോലെ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d എന്നല്ലടാ, ടൈംസിൻ്റെ സമ്മല്ലേ കാണണ്ട. എന്നിൻ്റെ വാല്യൂവിൻ്റെ സ്ഥാനത്തൊക്കെ തന്നെ, പക്ഷേ എഫും ഡിയും ഈ സീക്വൻസിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക, അവിടെ നിന്ന് എഫും ഡിയും കണ്ടുപിടിക്കാൻ പറ്റും. n/2 ഇൻറ്റു 2 ഇൻറ്റു എഫ് ആരാടാ? ഫസ്റ്റ് ടൈം ആരാ? 5 അല്ലേ? 2 ഇൻറ്റു 5 പ്ലസ് n-1 ഇൻറ്റു ഡി, ഡിഫറൻസ് ആരാടാ? 5, 7, 9. എത്ര വീതം കൂട്ടിയാൽ പോകുന്നത്? അവിടെ കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എന്താണ് അവിടുത്തെ? 7 മൈനസ് സെക്കൻഡ് ടൈമിന് ഫസ്റ്റ് ടൈം കുറച്ച് നോക്കിയാൽ മതി. അവിടുത്തെ ഗ്യാപ്പ് എത്ര? 2 അല്ലേടാ? 7 മൈനസ് 5 2 ആണ്. അപ്പോൾ D2 n/2 ഇൻറ്റു 2 ഇൻറ്റു 5 10 പ്ലസ് 2 അകത്തേക്ക് കൊടുക്കുക. n-1 കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഉണ്ട്, ഇൻറ്റു 2 എന്നാണ്, അകത്തേക്ക് കൊടുക്കുക. 2 ഇൻറ്റു n 2n 2 ഇൻറ്റു -1 -2. മക്കളെ n/2 ഇൻറ്റു ആദ്യം ഓൾജിബ്രാക്കായിട്ടുള്ള ആൾ എഴുതാണ്. 2n ആദ്യം എഴുതി ശ്രദ്ധിക്കുക. അടുത്തത് പ്ലസ് 10ഉം അടുത്തത് നമ്പേഴ്സ് -2 ആണ്. n/2 ഇൻറ്റു 2n. നമുക്ക് വേരിയബിളും നമ്പറൂടെ കൂട്ടാൻ പറ്റത്തില്ല, നമ്പേഴ്സ് തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 10 - 2 എത്രയാണ്? 8 അല്ലേ? പ്ലസ് 8 2n n/2 ഇൻറ്റു ബ്രാക്കറ്റിൽ 2n പ്ലസ് 8. ഓക്കെ, ഈക്വൽ SN ഈസ് ഈക്വൽ ടു n/2 അകത്തേക്ക് കൊടുക്കാം. n/2 ഇൻറ്റു 2n, ആദ്യം n/2നെ 2n കൊടുക്കുന്നു, പ്ലസ് n/2 ഇൻറ്റു ആരാ? 8 ആണ്. 2 ഇൻറ്റു കട്ടായി, n ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 4 ആണ് 8. n ഇൻറ്റു 4 മക്കളെ, n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 4 4n. ഇതാണ് SN കിട്ടി. എത്രയോ ടൈമിൻ്റെ സമ്മ 140. നമ്മൾ വിചാരിച്ച് n ടൈംസിൻ്റെ എത്രയോ ടൈമിൻ്റെ 140 ആകുന്നു എന്ന് വിചാരിച്ച്. അപ്പോൾ SN കിട്ടി. SN 140 എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. SN ആരാ? n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ 140. എത്ര ടൈമിൻ്റെ ആണെന്ന് അറിയാത്തത് കൊണ്ട് n ടൈമുകളുടെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അങ്ങനെ അങ്ങ് വിചാരിച്ചങ്ങ് ചെയ്ത്. അപ്പം SN കണ്ടുപിടിച്ച് n സ്ക്വയർ പ്ലസ് 4n ആണ് 140. അപ്പം എന്ത് ചെയ്യാം? n സ്ക്വയർ പ്ലസ് 4n ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇതിപ്പോൾ x സ്ക്വയർ പ്ലസ് 4x ഈക്വൽ 140 എന്നായിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു തരാം. x വരുന്നിടത്ത് n വന്നതേ ഉള്ളൂ. സെക്കൻഡ് നമ്മളിവിടുത്തെ വേരിയബിൾ n ആണ്. ആ എന്നിൻ്റെ സെക്കൻഡ് പവറും ഉണ്ട്, ഫസ്റ്റ് പവറും ഉണ്ട്. എന്ന് വെച്ചാൽ സെക്കൻഡ് ഡിഗ്രിയും ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രിയും ഉണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറില്ല. കോൺസ്റ്റൻറ്റ് വന്നില്ലേ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ ആകുമ്പം എക്സിൻ്റെ കൂടെ ഉള്ള ആളിൻ്റെ പകുതി എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ഫസ്റ്റ് എക്സ് എന്ന് പഠിക്കണ്ട, ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെയുള്ള ആളിൻ്റെ പകുതി എടുക്കുന്നു, സ്ക്വയർ എടുക്കുന്നു എന്ന് ആലോചിക്കുക. ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെയുള്ള, ഇവിടുത്തെ ഫസ്റ്റ് വേരിയബിൾ ആരാ? n അല്ലേ? എന്നിൻ്റെ കൂടെയുള്ള ആരാ? 4ൻ്റെ പകുതി 2 ആണ്. 2ൻ്റെ സ്ക്വയർ എടുക്കുക, ഇവിടെ ആഡ് ചെയ്യുക, അപ്പുറത്ത് ആഡ് ചെയ്യുക. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്. n സ്ക്വയർ പ്ലസ് 4n
എന്നിൻ്റെ കൂടെ ഫസ്റ്റ് ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ള ആളെയല്ലേ എടുത്തത് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെയുള്ള ആളിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുമ്പോഴാണ് സ്ക്വയർ കംപ്ലീഷൻ ഓക്കെ ആകുന്നത്. ആ ഒരു ടൈം അങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ എന്നിൻ്റെ കൂടെയുള്ള 4ൻ്റെ പകുതി 2 ആണ്. 2ൻ്റെ സ്ക്വയർ ലെഫ്റ്റിൽ ആഡ് ചെയ്തു ഈക്വൽ 140 പ്ലസ് 2ൻ്റെ സ്ക്വയർ റൈറ്റിലും ആഡ് ചെയ്തു. എടാ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ ഇത് n സ്ക്വയർ ഉണ്ട് 2 സ്ക്വയർ ഉണ്ട്. n സ്ക്വയറിൽ നിന്ന് n എടുക്കാം, 2 സ്ക്വയറിൽ നിന്ന് 2 എടുക്കാം, n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ ഈ ഇതിനെ കണ്ട n സ്ക്വയറിനെ കണ്ട അതിൻ്റെ റൂട്ടാണ് n, 2 സ്ക്വയറിൻ്റെ റൂട്ടാണ് 2. ഓക്കെ, n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. n സ്ക്വയറിൻ്റെ റൂട്ട് എന്നിൻ്റെ റൂട്ട് ഈക്വൽ 140 പ്ലസ് 2 സ്ക്വയർ 4 ആണ്. n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. n പ്ലസ് 2 the whole square is equal to 144. n plus 2 equal to സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട് 144 റൂട്ട് 144. അപ്പോൾ എന്ത് വരുവാ റൂട്ട് 144. n plus 2 is equal to ഏതിൻ്റെയാ 144 എത്രൻ്റെയാണോ 12ൻ്റെ അല്ലേ. റൂട്ട് 144 ഈക്വൽ ടു 12 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2 ഇപ്പുറത്ത് വന്നാൽ -2. എന്നിൻ്റെ വാല്യൂ 10. എത്രയോ ടേമുകളുടെ സമ്മ് 140 എത്ര ടൈമിൻ്റെ സമ്മാ 10 ടേമിൻ്റെ ഈ സീക്വൻസിലെ 10 ടേമിൻ്റെ സമ്മാണ് 140. ഓക്കെ മക്കളാ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ 92ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പേജ് നമ്പർ 96 ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പേജിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ ചോദ്യമാണിത്. മക്കൾ ഈ ഒരു 96ാമത്തെ പേജിൽ വരുന്ന ആ ഒരു 3 ചോദ്യത്തിൻ്റെയും പ്രത്യേകത അതിന് തൊട്ട് മുമ്പത്തെ പേജിൽ 2 സൊല്യൂഷൻസ് എന്നൊരു ഹെഡിങ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ 2 സൊല്യൂഷനും നമ്മൾ ഫൈൻഡ് ചെയ്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അതിന് മുമ്പുള്ള അതിൻ്റെ അകത്തൊക്കെ സെക്കൻഡ് ഡിഗ്രിക്ക് 2 സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇപ്പം ലെങ്തുകളും അങ്ങനത്തെ പ്രോബ്ലം ട്രയാങ്കിളിൻ്റെ ഏരിയ അങ്ങനത്തെ പ്രോബ്ലങ്ങളായിട്ട് നമ്മൾ പോസിറ്റീവ് അല്ലേ എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇതിൻ്റെ അകത്ത് പറയാം എന്തുകൊണ്ടാണ് 2 വാല്യൂസും നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം, കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോണം. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ, ഒരു നമ്പർ product of a number and 2 added to it is 168. What are the numbers? ഇവിടെ ഇത്രയേ ഉള്ളൂ ചോദ്യം. ഒരു സംഖ്യയും അതിൻ്റെ കൂടെ 2 കൂട്ടിയ മറ്റൊരു സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ 168 കിട്ടുന്നു. ഒരു സംഖ്യയും അതിൻ്റെ കൂടെ 2 കൂട്ടുന്ന മറ്റൊരു സംഖ്യയും തമ്മിൽ ഗുണിക്കുമ്പോൾ 168 കിട്ടുന്നു. എങ്കിൽ ഏതൊക്കെയാണ് ആ സംഖ്യകൾ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ ആരാണ്? ഫസ്റ്റ് നമ്പർ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? എക്സ്. സെക്കൻഡ് നമ്പർ അല്ലെങ്കിൽ അടുത്ത നമ്പർ, തൊട്ടടുത്ത നമ്പർ ആരാണ്? അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പർ അല്ലെ സെക്കൻഡ് നമ്പർ എന്നൊക്കെ പറയാം. ഇവിടെ ഒരു നമ്പരും അതിൻ്റെ കൂടെ 2 കൂട്ടുന്ന മറ്റൊരു നമ്പരും അതാരാ? എക്സ് ആണെങ്കിൽ മറ്റേ ആളാരാ? എക്സ് പ്ലസ് 2 അല്ലേ. ഇവരെ തമ്മിൽ ഗുണിക്കണം. ഒരു സംഖ്യയും അതിൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടിയ മറ്റൊരു സംഖ്യയും തമ്മിൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതിൻ്റെ ആൻസറാണ് 168, 168. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഏതൊക്കെയാണ് നമ്പർ എന്ന് കാണാൻ പോകുന്നത്? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 168. ഇവിടെ നമ്പർ എന്നല്ലേ പറയുന്നുള്ളൂ. പോസിറ്റീവ് നമ്പർ എന്നോ അല്ലെ ഇനി ഈവൻ നമ്പർ, ഓഡ് നമ്പർ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയാത്ത നമ്പർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം. അതുകൊണ്ടാണ് നമ്മൾ 2 ഉത്തരങ്ങളും നോക്കാൻ പോകുന്നത്. ഇത് നോക്കി. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168. എടാ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് 2x ഉണ്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി ഉണ്ട് ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്. വേരിയബിളിൻ്റെ സെക്കൻഡ് ഡിഗ്രി ഉണ്ട് ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്. കോൺസ്റ്റൻറ്റ് ടൈം ഇല്ല അല്ലെങ്കിൽ നമ്പർ ടൈം ഇല്ല. സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടില്ല. സ്ക്വയർ കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ കൂടെ ഒരു ടൈം വരണം. അതെങ്ങനെയാണ് വരുത്തുന്നത്? എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ പകുതി എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതി അതിൻ്റെ സ്ക്വയർ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? 2ൻ്റെ പകുതി 1ൻ്റെ സ്ക്വയർ. ലെഫ്റ്റിലും ആഡ് ചെയ്യണം. 1 സ്ക്വയർ ലെഫ്റ്റിലും ആഡ് ചെയ്യുന്നു. 168 പ്ലസ് 1 സ്ക്വയർ എത്ര? 1. അത് റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഇതിവിടെ 1 സ്ക്വയർ, ഇവിടെ 1 സ്ക്വയർ എന്ന് എഴുതി നമ്മൾ അവിടെ 1 എന്ന് എഴുതാൻ കാരണം ഇവിടെ 1 സ്ക്വയർ എന്ന് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ടാക്കാൻ പറ്റും, ചെറുതാക്കി എഴുതാൻ പറ്റും. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയറിൻ്റെ ഫോമാണ്. എക്സ് സ്ക്വയറിൻ്റെ അവിടുന്ന് എക്സ്, 1 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 1 പ്ലസ് ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നതിനെ ഷോർട്ടാക്കി. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡിയ വെച്ച് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡിയ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ഇത് കിട്ടും ഉത്തരവായിട്ട്. ഈക്വൽ 168 പ്ലസ് 1 169. എടാ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ 169 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എത്രടാ?
സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ടാകും √169. ഏതിൻ്റെയൊക്കെയാണ്? x+1 = നമ്മളിപ്പം പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈവൻ ഓഡ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് പോസിറ്റീവ് മാത്രം ഉത്തരം എടുത്തെങ്കിൽ അല്ലെ ട്രയാങ്കിളിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് അതൊക്കെ അല്ലെങ്കിൽ സൈഡുകളൊക്കെ കാണാൻ പറഞ്ഞപ്പോൾ അത് പോസിറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ x+1 = നമ്പർ എന്ന് പറയുന്നത് കൊണ്ട് പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നമ്പറുകൾ. അപ്പം എന്തൊക്കെ എടുക്കാം? +or-13 രണ്ട് ചാൻസ് നമ്മൾ എടുക്കും. അതാണ് ഈ ഒരു പേജ് നമ്പർ 96 പ്രോബ്ലത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പേജിൽ 2 സൊല്യൂഷൻ എന്നും പറഞ്ഞ് എന്ന് വെച്ചാൽ 2 സൊല്യൂഷനും നമ്മൾ എടുക്കുന്ന പ്രോബ്ലംസാണ്. സെക്കൻഡ് ഡിഗ്രിക്ക് എപ്പോഴും 2 സൊല്യൂഷൻ ഉണ്ടാ. 2 സൊല്യൂഷൻ ഉള്ളതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിഗ്രിക്കാണെങ്കിൽ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ രണ്ടും കൺസിഡർ ചെയ്യേണ്ട പ്രോബ്ലങ്ങൾ വരുമ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത് വേണം, ഇതേപോലത്തെ പ്രോബ്ലം വരുമ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത് വേണം പ്രോബ്ലങ്ങൾ ചെയ്യാൻ. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലംസാണ് ഈ പേജിലുള്ളത് മുഴുവൻ. ഓക്കെ, അപ്പം x+1 = +or-13 രണ്ട് ചാൻസ് ഉണ്ട്. x+1 13 ആകാനുള്ള ചാൻസും ഉണ്ട്, x+1 -13 എടുക്കാം. രണ്ട് ചാൻസും ഉണ്ട്. ഇത് പ്രോബ്ലം നമ്മൾ ആദ്യത്തെ 2 വീഡിയോസിൽ സെക്കൻഡ് ഡിഗ്രി എങ്ങനെ സോൾവ് ചെയ്യുന്ന പറയുന്ന ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു 2 വരുന്നതിനെയൊക്കെ സോൾവ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് ബേസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇനിയും ഡൗട്ട് ഇത് ഈ പറഞ്ഞതും ക്ലിയർ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് x+1 +or-13 ഇടാം. 13ൻ്റെ സ്ക്വയർ 169. ഏതോ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 169. 13ൻ്റെ സ്ക്വയറും എന്താണ് 169 പിന്നെ 6 -13ൻ്റെ 169. അതാ +or-13. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ അത് +13 മാത്രമല്ല, -13 ഉണ്ട്. ചില ക്വസ്റ്റ്യനുകളിൽ നമ്മൾ പ്ലസ് മാത്രം എടുക്കുന്നതാണ്. പക്ഷേ ഈ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസിലെല്ലാം പോസിറ്റീവും നെഗറ്റീവ് എടുക്കണം. അപ്പം x = 13 +1 ഇപ്പുറത്ത് വന്നാൽ -1 x = 12. അടുത്ത ഇവിടെ x = -13 1 ഇപ്പുറത്ത് വന്നാൽ -1 x = -14 14. മക്കളെടാ കിട്ടി. എക്സിൻ്റെ വില 12 എന്നും -14 എന്നും കിട്ടി. അടുത്ത നമ്പറുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ x ആണ്, അടുത്ത നമ്പർ x+2 ആണ്. അപ്പോൾ ഈ x = 12 x 12 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ത് വരും? ഫസ്റ്റ് നമ്പർ 12 വരും. അപ്പം അതർ നമ്പർ രണ്ടാമത്തെ നമ്പർ ഏതാ? മറ്റേ നമ്പർ എത്ര? = x+2 അല്ലേ സെക്കൻഡ് നമ്പർ. എക്സ് എന്ന് പറഞ്ഞാൽ 12 + 2 14 അല്ലേ. അപ്പം എന്താണ്? ഒരു നമ്പർ എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന നമ്പർ ഒരു നമ്പർ 12 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ആദ്യത്തെ നമ്പറായിട്ട് നമ്മൾ 12നെ ആലോചിച്ചാൽ അടുത്ത നമ്പർ ആരാണ്? 14 ആണ്. കാരണം 2 കൂട്ടുന്നത്. പക്ഷേ അവിടെ നമ്മൾ 12 മാത്രമാണ്, 14 എന്നും ആലോചിക്കാം. ഇഫ് x = -14 x -14 ആണെങ്കിൽ അതർ നമ്പർ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പർ അതർ നമ്പർ ആരാ? മറ്റേ നമ്പർ ആരാ? അതർ നമ്പർ x+2 എന്ന് പറഞ്ഞാൽ എക്സ് ആരാ ഇവിടെ? -14 + 2 ഒരു മൈനസും ഒരു പ്ലസും വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്ത് വരും? 14 ന് 2 പോകുമ്പോൾ 12 ആണ്, വലുതിൻ്റെ ചിഹ്നം -12. അപ്പോൾ നമ്പറുകൾ ഏതൊക്കെയാ? നമ്പേഴ്സ് ആർ ഏതൊക്കെ? ഒന്നില്ലെങ്കിൽ 12 and 14 ഓർ നമ്പേഴ്സ് ആർ ആരൊക്കെയാ? നമ്പേഴ്സ് ആർ -14 and -12. മക്കളെ ശ്രദ്ധിച്ചാൽ മതി. നമ്പറുകൾ ഒന്നില്ലെങ്കിൽ 12 14 അല്ലെങ്കിൽ നെഗറ്റീവിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഓപ്ഷനോടെ ഉണ്ട് -14 -12. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. 12 × 14 എത്ര? 12 × 14 168 ആണ്. എടാ 14 × 12 എത്ര? -14 × -12. 14 × 12 എത്ര? 168. -× പ്ലസ് ആണ്. അപ്പം 2 ആൻസർ വരും. എക്സ് 12 വന്നാൽ ഒരു നമ്പറായിട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓപ്ഷനായ 12 ആണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ 12 എന്ന് ആലോചിച്ചാൽ അടുത്ത നമ്പർ 14 ആയിരിക്കും. കാരണം 12ൻ്റെ തൊട്ടപ്പുറത്തുള്ള അല്ല 12ൻ്റെ 2 കൂട്ടിയ നമ്പർ ആരാ? 14. ഇനി നമ്പർ നമ്മൾ നെഗറ്റീവായിട്ടുള്ള -14 ആണ് എന്ന് ആലോചിച്ചാൽ അടുത്ത -14ൻ്റെ 2 കൂട്ടുമ്പം കിട്ടുന്ന നമ്പർ ആരാണ്? -12. അപ്പോൾ നമ്പറുകൾ ആരൊക്കെ? ഒന്നില്ലെങ്കിൽ 12 14 അല്ലെങ്കിൽ -14 -12. ഈ കിടക്കുന്ന 2 സെറ്റുകൾ ഇവരെ ഇൻഡ്യൂ ചെയ്താലും 168 ആണ്, ഇവരെ തമ്മിൽ ഇൻഡ്യൂ ചെയ്താലും 168 ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പേജ് നമ്പർ 96 രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. 2 നമ്പറുകൾ കണ്ടുപിടിക്കണം. ആ 2 നമ്പേഴ്സിൻ്റെ സമ്മ് കൂട്ടുമ്പം 4 ആയിരിക്കണം, പ്രൊഡക്റ്റ് 2 ആയിരിക്കണം. ഇവിടെ 2 നമ്പർ കണ്ടുപിടിക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന 2 നമ്പറുകളുടെ സമ്മ് എന്തൊക്കെ? അവരെ കൂട്ടുമ്പോൾ 4 കിട്ടണം, ഗുണിക്കുമ്പോൾ 2 കിട്ടണം. കൂട്ടുമ്പോൾ 4 ഗുണിക്കുമ്പം 2 കിട്ടുന്ന 2 നമ്പറുകൾ ഏതൊക്കെ? മക്കളെ ഇവിടെ കൂട്ടുമ്പോൾ 4 കിട്ടുന്നു എന്ന് പറയുകയാണ്. കൂട്ടുമ്പോൾ 4 കിട്ടുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സമ്മ്
കൂട്ടുമ്പോൾ ഒരു 10, കൂട്ടുമ്പം 10. ഇപ്പോൾ 2 നമ്പറുകളെയാണ്, 2 നമ്പറുകളെ കൂട്ടുമ്പം 10. അതിലെ ഫസ്റ്റ് നമ്പർ ഒരു എക്സാമ്പിളായിട്ട് സാറ് പറയുകയാണ്. ഫസ്റ്റ് നമ്പർ 7 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആരാടാ? സെക്കൻഡ് നമ്പർ എന്ത് വരും? 2 പേരെ കൂട്ടിയപ്പോൾ 10. അതിൽ ഒരാൾ 7 ആണെങ്കിൽ മറ്റവൻ എത്ര? 3 അല്ലേടാ? 2 പേരെ കൂട്ടിയപ്പോൾ 10, 2 പേരെ കൂട്ടുമ്പോൾ 10. അതിൽ ഒരുത്തൻ 7 ആണെങ്കിൽ മറ്റവൻ 3 ആണെന്ന് നിങ്ങൾക്കറിയാം. അത് കാണുന്ന രീതിയാണ് 10-ന്ന് ഈ ടോട്ടലായ 10-ന്ന് ഒന്നാമത്തവനായ 7-നെ കുറച്ചാൽ രണ്ടാമത്തവനെ കിട്ടത്തില്ലേ 3? 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ അല്ലേ 10? 2 പേരെ കൂട്ടുമ്പം 10 ഒരു എക്സാമ്പിളാണ്. അതിൽ ഒന്നാമത്തവൻ 7 ആണെങ്കിൽ രണ്ടാമത്തവൻ 10 - 7 3. അതുപോലെ നോക്കിയാൽ സമ്മ് 4 ആണ്. കൂട്ടുമ്പം 4. അതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? കൂട്ടുമ്പം 4. അതിൽ 2 നമ്പറല്ലേ? 2 നമ്പറുകളെ പറ്റിയല്ലേ പറഞ്ഞത്? എങ്കിൽ ഫസ്റ്റ് നമ്പറിനെ അറിയത്തില്ല, അതുകൊണ്ട് സാർ എക്സ് എന്ന് വിളിക്കുക. ഇവിടെ ഫസ്റ്റ് നമ്പർ കൂട്ടുമ്പം 10, ഫസ്റ്റ് നമ്പർ 7 ആണെങ്കിൽ അടുത്തത് 3 എന്നറിയാം. 3 കണ്ടുപിടിച്ചത് ടോട്ടലായ 10-ന്ന് 7 നിങ്ങൾ പെട്ടെന്ന് കളഞ്ഞിട്ടാണ്. നമ്മൾ മൈൻഡിൽ പെട്ടെന്ന് സ്പീഡിൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഒന്ന് ആലോചിച്ചാൽ മതി. കൂട്ടുമ്പം 4. അതിൽ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആരാടാ? ഫസ്റ്റ് നമ്പർ 7 ആയപ്പം സെക്കൻഡ് കാണാൻ ടോട്ടലായ 10-ന്ന് 7 കുറച്ച്. അങ്ങനെയാണെ സമ്മ് ഇവിടെ 4 ആണെങ്കിൽ സമ്മ് ഇവിടെ 4 ആണ്. ഫസ്റ്റ് നമ്പർ എക്സും ആണെങ്കിൽ സെക്കൻഡ് നമ്പർ കാണാൻ ടോട്ടലിന്ന് 2 പേരെ കൂട്ടി വെച്ചേക്കുന്നതാണ് 4. അതിൽ ഒരാൾ എക്സ് ആണ്. അപ്പം മറ്റവനെ കാണാൻ ടോട്ടലായത് ഇവിടെ 10-ന്ന് 7 കുറച്ച പോലെ ടോട്ടലായ 4-ൽ നിന്നും എക്സ് കുറയ്ക്കുക. അപ്പം നമ്പറുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ 4 - x. അപ്പം നമ്പേഴ്സ് ആരൊക്കെയാണ്? നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് 4 - x. എക്സും 4 - x ആണ് നമ്മുടെ നമ്പറുകൾ. അപ്പം ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? അവരുടെ പ്രൊഡക്റ്റ് 2 എന്നാണ് പറയുന്നത്. ഇവരെ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 4 - x അതാണ് പ്രൊഡക്റ്റ്. അത് എത്രയാണെന്നാണ് പറയുന്നത്? 2. പ്രൊഡക്റ്റ് 2 ആണെന്നാണ് പറയുന്നത്. ഇത് ഈ എക്സ് അകത്തേക്ക് കൊടുത്താൽ എക്സ് ഇൻറ്റു 4 4x. അടുത്ത എക്സ് ഇൻറ്റു എക്സ് -x ആണ്. എക്സ് ഇൻറ്റു എക്സ് x² -x² = 2. എടാ ഈ x² ടൈം അല്ലേ എപ്പോഴും നമ്മൾ ആദ്യം എഴുതുന്നത്? -x² മൈനസ് ആണ് +4x = 2. എടാ നമുക്കിവിടെ സ്ക്വയർ കംപ്ലീഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് x² പോസിറ്റീവ് ആണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് സ്ക്വയർ കംപ്ലീഷനിൽ നമ്പർ x² നിന്ന് x എടുക്കാൻ പറ്റുന്നത്. ഇവിടെ മൈനസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് പോസിറ്റീവ് ആക്കിയാൽ മതി. ഇത് പോസിറ്റീവ് ആക്കാൻ സിമ്പിളാണ്. ഇതിനെ പോസിറ്റീവ് ആക്കാൻ ഈ x² നെഗറ്റീവ് അല്ലേ, ഈക്വലിന് അപ്പുറം പോയാൽ പോസിറ്റീവ് ആവും. എന്നിട്ട് ഈ 4x-നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ 2-നെ വേണമെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരും. അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ അത് അപ്പുറത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അറിയാം, നെഗറ്റീവ് അപ്പുറത്ത് പോയാൽ പോസിറ്റീവ് ആവും. നമുക്കുള്ള വേറൊരു സ്റ്റെപ്പുണ്ട്. x² ഒന്ന് പോസിറ്റീവ് ആയാൽ മതി. ബാക്കി ഉള്ളതിൻ്റെ സൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള x² എപ്പോഴും പോസിറ്റീവ് ആണെങ്കിലാണ് ചെയ്യാൻ സിമ്പിൾ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അല്ലേ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഈ x² പോസിറ്റീവ് ആക്കുക. x² പോസിറ്റീവ് ആക്കുമ്പോൾ x² അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. പക്ഷേ ഈ 4x അപ്പുറത്ത് പോകുമ്പോൾ -4x ആകത്തില്ലേ? അപ്പം അങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ആലോചിക്കാം. അതിനെക്കാട്ടി സിമ്പിളാണ്. നമ്മൾ ഇവിടെ എല്ലാം ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇവിടെ നെഗറ്റീവ് അല്ലേടാ, ഒരു നെഗറ്റീവും കൂടെ വന്നാൽ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആകത്തില്ലേ? ഓക്കെ, 9-ലൊക്കെ നമ്മൾ ചെയ്യുന്ന ആ രീതി അല്ല. ഇപ്പോൾ ഒന്ന് ഓർത്താൽ മതി. ഇത് പോസിറ്റീവ് ആകാൻ വേണ്ടി ഒരു നെഗറ്റീവും കൂടെ കൊടുത്താൽ മതി. ഒരു നെഗറ്റീവും കൂടെ വരുമ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. അല്ല ചുമ്മാ ഒരു വരയിട്ട് അങ്ങ് പോസിറ്റീവ് ആക്കാൻ പറ്റുക? ഇല്ല. ഒരു നെഗറ്റീവ് അവിടെ കൊടുക്കുകയാണ്. മൾട്ടിപ്ലൈയിങ് വിത്ത് നെഗറ്റീവ്. ഒരിടത്ത് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മൈനസ് കൊടുക്കുകയാണ്. മൈനസ് ഇവിടെ കൊടുത്താൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, x² എന്ന് വരും. മൈനസ് ഇവിടെയും കൊടുക്കണം. പ്ലസ് ഇൻറ്റു ഈ പ്ലസ് ഉള്ളിടത്ത് മൈനസ് വന്നാൽ പ്ലസ് ഇൻറ്റു മൈനസ് -4x. ഇവിടെ +2 ആണ്. ഇവിടെ വരുമ്പോൾ എന്താവും? -2. ഇവിടെ ഒരു മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. മൈനസിൻ്റെ പ്രത്യേകതയാണ് മൈനസ് എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ അവിടെ കിടക്കുന്ന നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കും, പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ കറക്റ്റ് കൺസെപ്റ്റ് ഇതാണ്. മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഇവിടെ പ്ലസ് ആണ്, അവിടെ മൈനസ് കൊടുക്കുമ്പം പ്ലസ് ഇൻറ്റു മൈനസ് മൈനസായി. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ അത് +2 ആണ്. അവിടെ പ്ലസ് ഇൻറ്റു മൈനസ് അത് മൈനസായി. അതാണ് കറക്റ്റ് രീതി. അപ്പോൾ ഇവിടെ x² -4x = -2 എന്ന് കിട്ടി. ഇപ്പോൾ അത് x² ആയി, സെക്കൻഡ് വേരിയബിളായി, ഫസ്റ്റ് വേരിയബിളായി. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു നമ്പർ കൂടെ വേണം. അതായത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക.
ആദ്യം എക്സ് സ്ക്വയറിനെ പോസിറ്റീവ് ആക്കി. അപ്പോൾ ഓക്കെ ആയി. ഇനി ഇവിടെ ഒരു നമ്പർ വരുത്താൻ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി എക്സിൻ്റെ കൂടെ നിൽക്കുന്ന 4ൻ്റെ പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ എടുക്കും. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സിൻ്റെ കൂടെ 4 ആണ്, 4ൻ്റെ പകുതി 2ൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും ആഡ് ചെയ്തു, -2 പ്ലസ് 2ൻ്റെ സ്ക്വയർ റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഇതിനെങ്ങനെ ചെറുതാക്കാടെ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമില എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു, 2 സ്ക്വയറിൽ നിന്ന് 2 എടുത്തു, എക്സ് മൈനസ് 2 the whole square is equal to x minus 2 the whole square is equal to -2 plus 2 square 4 ആണ്. x minus 2 the whole square is equal to -2 plus 4 എന്താണ്? +2 അല്ലടാ, 2 ആണ്. x minus 2 the whole square 2 ആണെങ്കിൽ x minus 2 എത്രയാണ്? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും, √2. ഓക്കെ, അപ്പം √2 എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, √2 x minus 2 the whole square is equal to √2 എന്നല്ലേ വന്നേക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് മാത്രമാണ്, പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് എടുക്കണം. x minus 2 is equal to √2ന്, ഇപ്പോൾ √4 ആണെങ്കിൽ +or-2 എന്ന് എഴുതാമായിരുന്നു. √2ന് പോയിന്റ് വാല്യൂ ആണെങ്കിൽ പോയിന്റ് ആയി പോകും. അപ്പോൾ ഒരു എന്താണ് 2 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ അല്ല. ഇപ്പം √4 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? 2 എന്ന് എഴുതിക്കൂടാ. √9 ആണെങ്കിൽ 3 എന്നൊക്കെ എഴുതിക്കൂടെ? അല്ലെ, +or-2 എന്നും +or-3 എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ √2നെ അങ്ങനെ മാറ്റുന്നില്ല, പോയിന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെന്താണ് √2നെ +or-√2 എന്ന് എഴുതുകയാണ്. √4 ആണെങ്കിൽ +or-2 എന്ന് എഴുതത്തില്ലേ, √9 ആണെങ്കിൽ +or-3 എന്ന് എഴുതത്തില്ല. അതുപോലെ √2 +or-√2 ആണ്. ഓക്കെ, ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 2 ആണ്. അത് ഏത് നമ്പറിൻ്റെയാണ്? +√2ൻ്റെ സ്ക്വയർ എടുത്താലും 2 ആണ്, -√2ൻ്റെ സ്ക്വയർ എടുത്താലും 2 ആണ്. അതുകൊണ്ടാണ് +or-√2 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം. 2 ആൻസർ വരും. ഒന്ന് x minus 2 is equal to +√2. അടുത്തത് x minus 2 is equal to -√2. 2 ആൻസർ ഉണ്ട്. അതിൽ x is equal to √2, -2 ഇപ്പുറത്ത് വരുമ്പോൾ +2, √2 +2 ഒരു ആൻസറായി. അടുത്ത x is equal to -√2, 2 ഇപ്പുറത്ത് വരുമ്പോൾ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആയി. ഒരു അറേഞ്ച്മെൻറ്റ്. √2 +2നെ നമ്മൾ തിരിച്ചൊന്ന് എഴുതുക, 2 + √2, രണ്ടും സെയിം ആണ്. ഇത് x is equal to ഇത് -√2 +2 വന്നു, 2 ആദ്യം എഴുതി, 2 -√2. അവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5 + 3 എന്ന് വരുമ്പോൾ 3 + 5 എന്ന് എഴുതിക്കൂടെ? 5 + 3 തന്നെയാണ് 3 + 5, അതേപോലെ തന്നെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഒരു എഴുതിയപ്പോൾ ഒരു അറേഞ്ച്മെൻ്റ് ആകാൻ വേണ്ടി ഇത് 2. അപ്പോൾ നമുക്ക് പറയുമ്പോഴും 2, ഇത് 2 + √2, അടുത്തത് 2 -√2. അപ്പോൾ 2 ആൻസർ ഉണ്ട്, 2 സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 2 + √2, മറ്റൊന്ന് 2 -√2. അപ്പോൾ എക്സ് നമ്മുടെ നമ്പർ, ആ 2 നമ്പറുകളിൽ ഒരാളെ കിട്ടി. ഒരാൾ എന്താണ്? ഒന്നില്ലെങ്കിൽ 2 + √2 ആണ്, അല്ലെങ്കിൽ 2 -√2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്പർ കാണണം. ഫസ്റ്റ് നമ്പർ എക്സും അടുത്തത് 4 - x ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തുടയ്ക്കാം. മക്കളെ നോക്കണം. x 2 + √2 അല്ലെങ്കിൽ x 2 -√2 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇഫ് x is equal to 2 + √2, x 2 + √2 ആയാൽ നമ്മൾ മറ്റേ നമ്പർ അതർ നമ്പർ ആരാണ്? അതർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 4 - x അല്ലേ? 4 - x ആണ്. 4 - x ആരാണ്? അതെ, ഇവിടുത്തെ x ആരാ? 2 + √2 ആണ്. മൈനസ് കഴിഞ്ഞ് എഴുതുന്ന ടൈം, ഒന്നിൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോണേ, അല്ലെ തെറ്റിപ്പോവും. ഈ മൈനസ് 2 പേർക്കും കൊടുക്കേണ്ടതാണ്. 4 മൈനസ് അകത്തോട്ട് പോയാൽ -2, മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ -√2. 4 - 2 2 2 -√2. ഇതാണ് ഫസ്റ്റ് നമ്പർ. ഒന്നാണ് നമ്പർ. ഇപ്പം നമ്പർ എക്സ് 2 + √2, ഫസ്റ്റ് നമ്പർ 2 + √2 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ്? 2 -√2 ആണ്. ഒരു ഓപ്ഷനോട് ഉണ്ട്. ഇഫ് x is equal to 2 -√2, ഇപ്പം നമ്പർ 2 -√2 ആണെങ്കിൽ, അതർ നമ്പർ ഏതാ? അടുത്ത നമ്പർ ഏതാ? അതർ നമ്പർ ഏതാ? അതും എന്താണ്? ഒരു നമ്പർ എക്സ് ആണെങ്കിൽ അടുത്തത് 4 - x ആണ്. കാരണം കൂട്ടുമ്പോൾ 4. അപ്പോൾ അത് ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റവൻ 4 - x, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ 4 - x എന്താണ്? 4 ആരാണ്? എക്സ് ആരാ? ഈ കേസിൽ ആരാ? 2 -√2. 4 മൈനസ് അകത്തേക്ക് എന്നാൽ -2, മൈനസ് ഇൻറ്റു മൈനസ് +√2. 4 - 2 2 ആണ്.
2 പ്ലസ് റൂട്ട് 2. ഓക്കെ, അപ്പോൾ നമ്പറുകൾ ഏതൊക്കെയാണ്? നമ്മളെ 2 കൂട്ടുമ്പം 4 വരുന്ന 2 നമ്പറുകൾ, കൂട്ടുമ്പോഴും 4ഉം ഗുണിക്കുമ്പം 2ഉം വരുന്ന 2 നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ആ നമ്പറുകൾ ആരൊക്കെയാണ്? നമ്പേഴ്സ് ആർ 2 പ്ലസ് റൂട്ട് 2 ആൻഡ് 2 മൈനസ് റൂട്ട് 2. അല്ലെങ്കിൽ പിന്നെ ആരൊക്കെയാണ് നമ്പറുകൾ? 2 മൈനസ് റൂട്ട് 2 ആൻഡ് 2 പ്ലസ് റൂട്ട് 2. നമ്പറുകൾ ആരൊക്കെയാണ്? നമ്പേഴ്സ് ആർ ആരാ? 2 പ്ലസ് റൂട്ട് 2, എക്സും 4 മൈനസ് എക്സും അല്ലേ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് റൂട്ട് 2 ആൻഡ് 2 മൈനസ് റൂട്ട് 2. ഓക്കെ, ഓർ നമ്പേഴ്സ് ആർ, അല്ലെങ്കിൽ പിന്നെ നമ്പറുകൾ ആരൊക്കെയാണ്? 2 മൈനസ് റൂട്ട് 2 ആൻഡ് 2 പ്ലസ് റൂട്ട് 2. ഒന്നില്ലെങ്കിൽ ഇത് രണ്ടുമാണ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും. 2 രീതിയിലും ചെയ്യണം പ്രോബ്ലം. അതാണ് 2 സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് ഈ സെക്ഷനിൽ കിടക്കുന്നത്. ഓക്കെ.